നിലത്ത് നിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഒരു പൈലറ്റിന് പുറത്തോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രുമെന്റ്സ്. തിരിച്ച് നിലത്തിറങ്ങുന്ന സമയത്ത് മാത്രം പുറത്ത് നോക്കിയാൽ മതിയാവും. ഹൈവേ എന്ന് പറയുന്ന പോലെ ആകാശത്ത് എയർവേ. അപ്പോൾ നമുക്ക് ഹൈവേയും ഇടയ്ക്ക് ജംഗ്ഷൻസും ഒക്കെ ഉള്ളതുപോലെ മുകളിലും ഉണ്ട് എയർവേയും ഇടയ്ക്ക് ജംഗ്ഷൻസും ഉണ്ട്. ഈ ജംഗ്ഷൻസിന് വേ പോയിന്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇവർ ഉപയോഗിക്കുന്ന മാപ്പാണ് ATC മാപ്സ്, എയർ ട്രാഫിക് കൺട്രോൾ മാപ്സ്. സിവിലിയൻസിന് കാണാൻ പറ്റില്ലായിരിക്കും, അതോ കാണാം. ATC മാപ്സ്. കോൺകോർഡ് എന്ന് പറയുന്ന ഈ സൂപ്പർസോണിക് വിമാനത്തിനുണ്ടായിരുന്നത് നിലത്ത് നിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കോക്പിറ്റിന്റെ മുൻവശത്തുള്ള അതിന്റെ നോസ് എന്ന് പറയുന്നത് ഒരു കൊക്കിന്റെ ചുണ്ട് പോലെ ഇങ്ങനെ താഴ്ന്നാണ് ഇരിക്കുന്നത്. നിലത്ത് നിന്ന് പൊങ്ങിക്കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത ഹൈറ്റിലെത്തി കഴിഞ്ഞാൽ ഇത് പതുക്കെ ഹൈഡ്രോളിക് ഇതിൽ പൊങ്ങി ഈ മൊത്തമായിട്ട് മുൻവശം അങ്ങ് ക്ലോസ് ആകുക. അതിൽ വളരെ പരിമിതമായിട്ടുള്ള ഒരു ഇത് ഫ്ലൈറ്റുകളുടെയും മിസൈലുകളുടെയും കാലമാണ് എന്ന് പറയേണ്ടി വരും. എല്ലാ ദിവസവും പത്രത്തിലും ഇതര മാധ്യമങ്ങളിലും ഓൺലൈനിലും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് സൂപ്പർസോണിക്കും ഹൈപ്പർസോണിക്കും മിസൈലുകളും ഫ്ലൈറ്റുകളും ഒക്കെയാണ്. നമുക്ക് ഇന്ന് അതിനെപ്പറ്റി കുറച്ച് ചർച്ചകളാകാം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡോക്ടർ TPS നമസ്കാരം. നമസ്കാരം. ക്യാപ്റ്റൻ രമേശ് നമസ്കാരം. നമസ്കാരം. ശരിക്കും സൂപ്പർസോണിക് വിമാനങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല അല്ലേ? അതെ. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വിസ്മയകരമായി ആൾക്കാർ ഒരു ലക്ഷൂറിയസ് ട്രാവലായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ് കോൺകോർഡ് എന്ന് പറയുന്ന സൂപ്പർസോണിക് വിമാനം. ലോകത്തിലെ 2 എയർലൈൻസിന് മാത്രം ഉണ്ടായിരുന്ന ഒരു ലക്ഷറി ആയിരുന്നു അത്. എയർ ഫ്രാൻസും ബ്രിട്ടീഷ് എയർവേസും. കോൺകോർഡ് വിമാനത്തിൽ യാത്ര ചെയ്ത് യൂറോപ്പിൽ നിന്നും. ഈ കോൺകോർഡ് എന്നുള്ളത് ഫ്ലൈറ്റ് കമ്പനിയുടെ പേരാണോ അതോ ഓപ്പറേറ്റിംഗ് കമ്പനിയുടെ പേരാണോ? ആ പ്ലെയിനിന്റെ എയർക്രാഫ്റ്റിന്റെ പേര് തന്നെ കോൺകോർഡ് എന്നാണ്. കോൺകോർഡ് എന്നാണ്. ആ ഒരു മോഡൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് വർഷം വളരെ സക്സസ്ഫുൾ ആയി ഈ സമുദ്രം കടന്ന് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്കും തിരിച്ചും സാധാരണ യാത്ര ചെയ്യുന്നതിന്റെ പകുതി സമയം കൊണ്ട് എത്തിച്ചേരുന്നത്. അതായത് സാധാരണ നമ്മളുടെ ഒരു ഫ്ലൈറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു 800 മുതൽ 1000 കിലോമീറ്റർ സ്പീഡിലാണ് ഫ്ലൈ ചെയ്യുക. അതെ അതെ. ഇത് കോൺകോർഡ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സൂപ്പർസോണിക് ആകുമ്പോഴത്തേക്ക് 2000-ൽ പരം കിലോമീറ്റർ സ്പീഡിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതും സാധാരണ പ്ലെയിനുകളെല്ലാം 35,000 തൊട്ട് 40,000 വരെ അടി ഉയരത്തിൽ സഞ്ചരിക്കുമ്പോൾ കോൺകോർഡ് വിമാനം 50,000 അടി ഉയരത്തിൽ സഞ്ചരിക്കുമായിരുന്നു. അങ്ങനെ വളരെ പ്രത്യേകതകൾ ഉണ്ടായിരുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു പ്ലെയിൻ ആയിരുന്നു കോൺകോർഡ്. അതിന്റെ യാത്രാ സൗകര്യങ്ങൾ, സുഖങ്ങളെ പറ്റിയൊക്കെ എന്തായിരുന്നു? യാത്ര ചെയ്യുന്നത് പ്യുവർലി ആ പ്ലെയിനകത്ത് മുഴുവൻ ബിസിനസ് ക്ലാസ് മാത്രം ആയിരുന്നു എന്നുള്ളതാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടിക്കറ്റും ഒക്കെ ആയിട്ടുള്ള ധനികർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമായിരുന്നു അതിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. കോൺകോർഡിലെ യാത്ര മൊത്തത്തിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കുറെ നേരം ഇരിക്കുന്നത് പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ആക്കി മാറ്റിയിരുന്നു അന്ന്. അതിന്റെ കൂടെ തന്നെ പകുതി സമയം കൊണ്ട് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്നു. സൂപ്പർസോണിക് യാത്ര ആസ്വദിക്കാൻ വേണ്ടി മാത്രം അത്രയും കാശ് മുടക്കി യാത്ര ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ പല വിസ്മയങ്ങൾ ഒരുമിച്ച് കൂടി ഒരു പ്രത്യേകത ഉള്ള പ്രതിഭാസമായിരുന്നു. ഡോക്ടർ TPS, ഈ സൂപ്പർസോണിക് എന്ന് പറയുമ്പോൾ നമ്മൾ ശബ്ദത്തെക്കാൾ വേഗത കൂടിയതല്ലേ? സൂപ്പർസോണിക് ശബ്ദത്തിന്റെ വേഗത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അത്രയൊന്നല്ല സൂപ്പർസോണിക്. അത് കോൺകോർഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അത് ഒരു കമ്പനി അല്ല, ശരിക്കും പറഞ്ഞ ഒരു കൺസോർട്ടിയമാണ്. ഫ്രാൻസ് UK കൺസോർട്ടിയത്തിലാണ്. പക്ഷെ ഇനിയിപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ അഡ്വാൻസ്മെന്റിൽ ഇനിയും പല കമ്പനികളും ചിലപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ദർ ഈസ് ലോട്ട് ഓഫ് ഡിമാൻഡ്. അല്ല ക്യാപ്റ്റൻ, ഞാൻ ഇപ്പോൾ അതായത് ഒരു മണിക്കൂറിൽ 1000 കിലോമീറ്റർ എന്ന് പറയുമ്പം 1000 / 60 ഏകദേശം 1 മിനിറ്റിൽ 30 കിലോമീറ്റർ കഴിഞ്ഞിരിക്കും അല്ലെ? 30 കിലോമീറ്റർ കൂടുതലാണ്. വളരെ വളരെ വേഗതയേറിയതാണ്. ഇത് 1000 അല്ലല്ലോ അല്ലെ? 2000-ഓളം അല്ല, 2000 കിലോമീറ്റർ സ്പീഡിലായിരുന്നു ഈ കോൺകോർഡ് എന്ന് പറഞ്ഞ വിമാനം. അതായത് ശബ്ദത്തിന്റെ ഏകദേശം 2 ഇരട്ടിയോളം അന്ന് വേഗതയിൽ സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ്. മാക്സിമം കേപ്പബിലിറ്റി അത്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ശബ്ദത്തിന്റെ തന്നെ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുക പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള, അത് സാറിന് കൂടുതൽ വ്യക്തത തരാൻ കഴിയും. കാര്യം പ്ലെയിനുകളുടെ സ്ട്രക്ചർ ഒരു മെറ്റൽ സ്ട്രക്ചറാണ് ആ ബോഡി.
അത് ചിലപ്പോൾ ഇത്രയും സ്പീഡിൽ പോയാൽ അത് ചിലപ്പോൾ താങ്ങത്തില്ല, അതിന്റെ ആ സ്ട്രെസ് താങ്ങത്തില്ല. ഫ്രിക്ഷൻ കാരണം ചൂടുണ്ടാവാം അല്ലേ? അതെ, അങ്ങനെ ചൂട് മാത്രമല്ല, പല രീതിയിലുള്ള അതിന്റെ മൊത്തത്തിലുള്ള അതിന്റെ ഇമ്പാക്ട്, സൗണ്ട്, അതിന്റെ എയർ വേവ്സ്, സൗണ്ട് വേവ്സ്, ഇതെല്ലാം ഒരുപാട് ഇതിന്റെ ബോഡിയിൽ എയർക്രാഫ്റ്റ് ഡിസൈനിങ് എന്ന് പറയുന്നത് നമ്മുടെ മാത്തമാറ്റിക്സിൽ മിൻകോസ്കി ഇക്വേഷൻ ആണ്. അപ്പോൾ എയറോഫോയിൽ സെക്ഷനിങ് എന്ന് പറയുന്നത് ഇപ്പൊ ബേർഡിന്റെ ഒക്കെ പടം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ടാമ്പർ ചെയ്ത് പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ 2 ഫോഴ്സസ് ആണ് എയർക്രാഫ്റ്റിനെ റൺ ചെയ്യിപ്പിക്കുന്നത്. ഒന്ന് ലിഫ്റ്റ് ഫോഴ്സും ഒന്ന് ഡ്രാഗ് ഫോഴ്സും. ആ ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് കയറാൻ വേണ്ടിയിട്ട്, ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനുള്ള ഫോഴ്സ്. ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്നതാണ് എയർക്രാഫ്റ്റ് ഫ്ലൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ഇങ്ങനെ പോകണമെങ്കിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ, നേരെ താഴത്തോട്ട് ഉപയോഗിക്കുന്ന എഞ്ചിനും മിക്കവാറും ഓഫ് ചെയ്തിട്ട് നമ്മൾ ലാൻഡ് ചെയ്യാനാകുമ്പോൾ കാണാം. ലാൻഡ് ചെയ്യുന്നത് നമുക്കറിയാം, കാരണം ഓട്ടോമാറ്റിക്കലി പിന്നെ ഗ്രാവിറ്റി എനർജിയിൽ പോകുന്നത് പോലെ തോന്നും നമുക്ക്. മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ സൂപ്പർസോണിക് എന്ന് പറയുമ്പം എഞ്ചിൻ ഫുൾ വർക്ക് ചെയ്യുന്നുണ്ട്. ദ ടോട്ടൽ തിങ്സ് വിൽ വൈബ്രേറ്റ്. ടെമ്പറേച്ചർ കൂടുതലല്ല ചെയ്യുക. വെൻ യു ഗോ ടു ദ ഹയർ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ഹീറ്റ് ചെയ്യുന്ന പ്രോബ്ലം ഒന്നുമില്ല. എയർക്രാഫ്റ്റ് ഹീറ്റ് ആയാലും ദർ ഇസ് എ ഡൈനാമിക്സ് ഓഫ് റീജനറേറ്റിംഗ് എനർജി. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടല്ലോ, നിങ്ങളുടെ എയർക്രാഫ്റ്റ് നല്ല ഹീറ്റാന്ന് വിചാരിക്കാം, കാരണം എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ട്. പുറത്ത് ടെമ്പറേച്ചർ ഇല്ല. ആ ടെമ്പറേച്ചർ ഡിഫറൻസിൽ നിന്നും യു ക്യാൻ ഡിറൈവ് എനർജി ആൻഡ് യൂസ് ഇറ്റ് ഫോർ ലൈറ്റിംഗ് യുവർ എയർക്രാഫ്റ്റ് എന്നൊരു കൺസെപ്റ്റ്. ഓക്കെ. അല്ല, ഞാൻ ഈ ചൂടിൻ്റെ വിഷയം ചോദിക്കാൻ കാരണം ഇപ്പം നമ്മുടെ ഭൂമിയിലേക്ക് ഒരു ഉൽക്ക വരുമ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് കത്തിത്തീരും. ഒരു പക്ഷേ അന്തരീക്ഷത്തിൻ്റെ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതേപോലെ ഒരു ഓബ്ജക്റ്റ് നമ്മുടെ അന്തരീക്ഷത്തിലൂടെ ഒരു നിശ്ചിത സ്പീഡിൽ കൂടുതൽ സഞ്ചരിക്കുമ്പോഴും അവിടെ ഫ്രിക്ഷൻ കൂടുതൽ ഉണ്ടാകുകയും ബേൺ ചെയ്യാനുള്ള സാധ്യത കൂടുകയല്ലേ ചെയ്യാന്ന് വെച്ചാൽ അത് ഓൾറെഡി കത്തിയിട്ടാ വരുന്നത്. നമ്പർ 1. ഓക്കെ, ഉൽക്ക വരുന്നത് ബേൺ ചെയ്തിട്ടാ വരുന്നത്. ബേൺ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷനും ഈ എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും മിനിമം ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട് ടാമ്പർ ചെയ്തിട്ട് ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എയർ മുകളിലേക്ക് വന്നിട്ട് ഇതിനെ ബാക്കിലോട്ട് പുഷ് ചെയ്യുന്നതാണ്. എയറോഫോയിൽ സെക്ഷനിങ് എന്ന് പറയുന്നത് വലിയൊരു ബേർഡിന്റെ ഫ്ലൈ നോക്കിയിട്ട് അതിന്റെ നോസിൽ അതുപോലെയാണ്. ഇപ്പൊ നമ്മള് സാധാരണ സൈക്കിൾ ഓടിക്കുന്ന ആള് എന്റെ ജാക്കറ്റ് തുറന്നിട്ടിട്ടാ ഓടിക്കണതായിരിക്കും, യു കനോട്ട് ഡ്രൈവ്. അതുപോലെ സൈക്കിൾ റേസിന് പോകുന്ന ഒരാള് നേരെ നിന്നിട്ട് ഒരിക്കലും ഓടിക്കില്ല, തല കുത്തനെ പിടിച്ചിട്ടാണ്. അപ്പൊ അത് എയറോഫോയിൽ സെക്ഷനിങ്. സാധാരണ കാറിൽ പോലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാറിന്റെ ടയർ നിലത്ത് മുട്ടുന്നത് മാക്സിമം ഒരു 4 സെന്റിമീറ്റർ ബൈ 10 സെന്റിമീറ്റർ, 40 സ്ക്വയർ സെന്റിമീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ 4, 160 സ്ക്വയർ സെന്റിമീറ്റർ മാത്രമേ നിലത്ത് മുട്ടുള്ളൂ. അപ്പോൾ റോഡ് ഫ്രിക്ഷൻ അല്ല കാറിന്റെ സ്പീഡ് കുറക്കുന്നത്, എയർ ഫ്രിക്ഷൻ. 80% ഓഫ് ദ ഫോഴ്സ് ഈസ് യൂസ്ഡ് ഫോർ എയർ ഫ്രിക്ഷൻ. നല്ല ഡിസൈനിങ്. എന്തുകൊണ്ടാണ് കാറിന് സ്പീഡ് കൂടുന്നത്? അതിന്റെ ഡിസൈനിങ് അങ്ങനെയായതുകൊണ്ടാണ്. അപ്പോൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഫ്ലൈറ്റിലേക്ക് വരുന്നതിന് മുമ്പ് അതുകൊണ്ടായിരിക്കും ഹൈപ്പർ ലൂപ്പിന്റെ ഒരു കോൺസെപ്റ്റ് അല്ലേ? എന്താണ് ഈ ഹൈപ്പർ ലൂപ്പ്? എന്താ ചെയ്യുക? ഇപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കുക, ഒരു ട്യൂബ് ഉണ്ടാക്കുക. ഇറ്റ്സ് ലൈക്ക് എ ട്യൂബ്. നമ്മളിപ്പോൾ റോക്കറ്റ് എന്ന് പറയുന്ന സാധനം ട്യൂബാണല്ലോ, അതിന്റെ മുകളിൽ നോസിൽ മാത്രമേ ഉള്ളൂ. എയർക്രാഫ്റ്റിന് അങ്ങനെ പറ്റില്ല, കാരണം വിങ്സും കൺട്രോളും ഒക്കെ ഉണ്ടാവണം. അങ്ങനെ ഒരു ട്യൂബ് ഉണ്ടാക്കാൻ പറ്റിയിട്ട് നോസിൽ മാത്രമുള്ള ഒരു സാധനമാണെങ്കിൽ നമ്മൾ റോക്കറ്റ് വിടില്ല, സാധാരണ ഈ പടക്കത്തിന്റെ റോക്കറ്റ് വിടുന്ന പോലെ അതുപോലെ വിടാൻ പറ്റുകയാണെങ്കിൽ കറക്റ്റായിട്ട് പോയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ ഗവേൺ ചെയ്യുന്നൊരു GPS കൺട്രോളറും കൊടുത്തിട്ട് ഒരാൾ അതിനെടുത്തിട്ട് പൂട്ടിയിട്ട് ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പറ്റില്ല. അത് മിസൈൽ ടെക്നോളജി അത് തന്നെയല്ലേ? സെയിം. അല്ല, റോക്കറ്റ്, മിസൈൽ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ആയുധമാണെങ്കിൽ മിസൈലായി, മുമ്പിൽ വെക്കുന്ന നമ്മുടെ ക്യാമറയാണെങ്കിൽ അത് ISRO ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റ് ആയി. അത്ര ഉള്ള വ്യത്യാസം. അത് ഏത് ട്രജക്ടൈൽ മോഷനിലാണോ പോകുന്നത്, ആ ഒരിക്കലും എനിക്ക് നേരെ മുകളിലുള്ള ഒരു സാധനത്തെ എറിയാൻ താഴത്ത് നിന്ന് ഒരാൾ ഇങ്ങനെ എറിയാറില്ല. പ്രൊജക്ടൈൽ മോഷനാണ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഗോ സംവെയർ. അപ്പോൾ എനിക്കൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നോ എയർക്രാഫ്റ്റ് വിൽ ലിഫ്റ്റ് ഓഫ് ലൈക്ക് ദിസ്. അപ്പോൾ പതുക്കെ ഒരു 45 ഡിഗ്രിയിലൊക്കെ ആണെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകാന്ന് വിചാരിക്കാം. അപ്പോൾ അതാ ഒരു ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഗോസ്. നമ്മൾ ഭൂമിയുടെ പുറത്തേക്ക് എറിയുന്നതാണ് റോക്കറ്റിങ്, ഇസ്രോയുടെയൊക്കെ. അപ്പോൾ ഭൂമിയുടെ പുറത്ത് എറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 140 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ 140 കിലോമീറ്റേഴ്സിന് പുറത്തെത്തിയാൽ പിന്നൊന്നും എറിയേണ്ട കാര്യമില്ല, അത് ഭൂമിയെ മലം ചുറ്റിക്കോളും.
സോ ഹൗ ഡു ഐ റീച്ച് ഈ 140 കിലോമീറ്റേഴ്സിന് പുറത്തേക്ക് എങ്ങനെ എറിയാന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ, പക്ഷെ റോക്കറ്റിന് നമുക്ക് ലാൻഡ് ചെയ്തിട്ട് എർത്തിലെത്തണമെങ്കിൽ പുറത്തേക്ക് എറിയാൻ പാടില്ലല്ലോ. ആ ഹൈറ്റാണ് നമ്മൾ ഈ 30 കിലോമീറ്ററും 20 കിലോമീറ്ററും 10 കിലോമീറ്റേഴ്സ് ഒക്കെ ആയിട്ട് പരിധി വെച്ചാൽ വി ക്യാൻ റീച്ച് എവിടെ എത്തണോ അവിടെ എത്താം. അല്ല, ഈ ഹൈപ്പർ ലൂപ്പ് ടോട്ടലി ഇതിനെ വോക്കം ചെയ്തിട്ട്, അതായത് ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ലൂപ്പിനകത്ത് എയർ മുഴുവൻ റിമൂവ് ചെയ്തിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എല്ലാത്തരം ഫ്രിക്ഷനും ഒഴിവാകുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്പീഡ് ഓഫ് സൗണ്ട് എന്ന്, ഹ്യൂമിഡിറ്റി, എയർ ഫ്രിക്ഷൻ, ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് സ്പീഡ് മാറും. അപ്പൊ ഹൈപ്പർ ലൂപ്പിൽ വാക്യൂം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ല, സോ ഇറ്റ് ക്യാൻ ഗോ മച്ച് ഫാസ്റ്റർ. അപ്പൊ നമ്മൾ ഒരു സാധനം ഇവിടുന്ന് എറിയുന്നതിന്റെ സ്പീഡിൽ വ്യത്യാസം ഉണ്ടാവല്ലോ വെള്ളത്തിൽ എറിയുമ്പോൾ. വാക്വത്തിൽ എറിയുമ്പോൾ എൻ്റയർലി ഡിഫറെന്റ് ആണ്, സ്പീഡ് കൂടുകയാണ്. റെസിസ്റ്റൻസ് ഇല്ല. ഓക്കെ. ഇപ്പോൾ ഒരു ഒന്നുമില്ല. ഇപ്പോൾ ക്യാപ്റ്റൻ ഒരു പക്ഷേ ഹൈപ്പർസോണിക് അല്ലെങ്കിൽ സൂപ്പർസോണിക് ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തന്നെയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ വായുവിൻ്റെ ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ഫ്ലൈറ്റ്, അതിൽ ഒരു ക്യാപ്റ്റന്, ഒരു വൈമാനികന് ഒരുപക്ഷെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരില്ലേ കാഴ്ചയിൽ, അല്ലെ കണ്ട് ജഡ്ജ്മെൻ്റ് എടുക്കുന്നതിൽ, അല്ലേ? ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ സാധാരണ യാത്ര ചെയ്യുന്ന വിമാനങ്ങളിൽ പോലും നിലത്ത് നിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഒരു പൈലറ്റിന് പുറത്തോട്ട് നോക്കേണ്ട ആവശ്യമില്ല. പുറത്തോട്ട് നോക്കിയല്ല ഫ്ലൈ ചെയ്യുന്നത്. ഇറ്റ്സ് പ്യുവർലി ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രുമെന്റ്സ്. തിരിച്ച് നിലത്തിറങ്ങുന്ന സമയത്ത് മാത്രം പുറത്ത് നോക്കിയാൽ മതിയാവും. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. പുറത്ത് നോക്കി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എക്സെപ്റ്റ് പകൽ സമയത്താണെങ്കിൽ മഴമേഘങ്ങളുണ്ടെങ്കിൽ പുറത്ത് നോക്കി നമുക്ക് കുറച്ച് മനസ്സിലാക്കാം. വെതർ റേഡാറിൽ കാണാം എങ്കിലും പുറത്ത് നോക്കിയും കൂടെ നമുക്ക് കുറച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാം വഴിമാറി പോകണോ, അപകടമാണോ എന്നുള്ളത്. അല്ലാത്ത പക്ഷം പുറത്ത് നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഇൻഫർമേഷനും മുമ്പിലുള്ള സ്ക്രീൻസിലുണ്ട്. അതൊരു കാര്യം. ഇനി ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, കോൺകോർഡ് എന്ന് പറയുന്ന ഈ സൂപ്പർസോണിക് വിമാനത്തിനുണ്ടായിരുന്നത് നിലത്ത് നിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കോക്പിറ്റിന്റെ മുൻവശത്തുള്ള അതിൻ്റെ നോസ് എന്ന് പറയുന്നത് ഒരു കൊക്കിന്റെ ചുണ്ട് പോലെ ഇങ്ങനെ താഴ്ന്നാണ് ഇരിക്കുന്നത്. നിലത്ത് നിന്ന് പൊങ്ങിക്കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പതുക്കെ ഹൈഡ്രോളിക് ഇതിൽ പൊങ്ങി ഈ മൊത്തമായിട്ട് മുൻവശം അങ്ങ് ക്ലോസ് ആകുക. എന്ന് വെച്ചാൽ അതിൽ വളരെ പരിമിതമായിട്ടുള്ള ഒരു സ്ക്രീനിൽ കൂടെ പുറത്തോട്ട് കാണാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പുറത്തോട്ട് കാണാനേ കഴിയില്ല. തിരിച്ച് അത് നിലത്തിറങ്ങാറാകുമ്പോഴാണ് ഈ നോസ് തിരിച്ച് താഴോട്ട് ഇങ്ങനെ ആവുകയും പുറത്തോട്ട് നോക്കാവുന്ന വിൻഡോസ് ഓപ്പൺ ആവുകയും ചെയ്യും. അത്ര മാത്രം. അതായത് നിലത്ത് നിന്ന് പൊങ്ങുമ്പോഴും തിരിച്ച് നിലത്തിറങ്ങുന്ന സമയത്തും മാത്രമേ കോൺകോർഡിന്റെ പൈലറ്റ്സ് പുറത്ത് നോക്കാറുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം സിസ്റ്റം ബേസ്ഡ് ആയിരുന്നു. ഈ എന്താണ് കോൺകോർഡ് നിർത്താൻ കാരണം? എന്താ സംഭവിച്ചത്? ഒരു അപകടം ഉണ്ടായി. ഒരു എയർ ഫ്രാൻസിന്റെ വിമാനം കത്തിയെരിഞ്ഞ് വീഴുകയും എല്ലാവരും അന്ന് മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അന്ന് അതിൻ്റെ ഒരു ടെക്നിക്കൽ ഫോൾട്ടാണ് അതിൻ്റെ കാരണത്തെ കണ്ടുപിടിച്ച് എയർ ഫ്രാൻസും അതിൻ്റെ പുറകെ ബ്രിട്ടീഷ് എയർവേസും എല്ലാ കോൺകോർഡ് വിമാനങ്ങളും ഇത് വളരെ പഴയതായിപ്പോയി, ഇനി ഇത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ട് ചെയ്യായിരുന്നു. അതിനുശേഷം അത് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. അതുപോലുള്ള വിമാനങ്ങൾ അതിനുശേഷം വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡോക്ടർ TPS, അപ്പോൾ വീണ്ടും സൂപ്പർസോണിക് വിമാനങ്ങൾ വരുമെന്നാണോ TPSന്റെ? അല്ല, നമ്മളിപ്പോൾ ഈ കോൺകോർഡ് മാക് 1 ആണെന്ന് തോന്നുന്നു എനിക്ക്. മാക് 1ന്റെ ഒരു ഡബിൾ സ്പീഡ് 2500 km/h ഒക്കെ പോവാണെങ്കിൽ മാക് 2 വരും. എനിക്ക് തോന്നുന്നു മാക് 1 ഒന്നും ഇനി ആരും ഉണ്ടാക്കാൻ പോകില്ല. മാക് 2, മാക് 3 3 ടൈംസ് ദെൻ സൗണ്ട് ഒക്കെ ആയിരിക്കും ഇനി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടാവും. അത് ഇമ്പോസിബിൾ അല്ല. ഇപ്പം നമ്മളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാറ് കുറച്ചൊരു മോശം കാറാന്ന് വിചാരിക്കും. ഒരു 50 കിലോമീറ്ററിലധികം പോകുമ്പം വൈബ്രേഷൻ വരും. നമ്മൾ ഈ മാരുതിയുടെ വാൻ ഉണ്ടായിട്ടില്ലേ, മാരുതി വാനിൽ 30 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡ് പോയി കഴിഞ്ഞാൽ വണ്ടി ആകെ വൈബ്രേറ്റ് ചെയ്യും. അതേസമയത്ത് അതേ എഞ്ചിൻ ഉപയോഗിക്കുന്ന മാരുതി 800-ന് വലിയ കുഴപ്പമില്ല. അപ്പൊ ഡിസൈനിങ് ആണ് പ്രാധാന്യം. ഷേപ്പാണ്. ആ ഷേപ്പ് നേരെ സ്ട്രെയിറ്റ് ആണെങ്കിൽ എയർ ഫ്രിക്ഷൻ കൂടുമ്പോൾ വൈബ്രേറ്റ് ചെയ്യും. ഈ മാക്കിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ, കോൺകോർഡിന്റെ ഒക്കെ പ്രത്യേകത ഉണ്ടായിരുന്ന ഡിസൈനിങ് ഇസ് സച്ച്. ഒരിക്കലും മാക്ക് 1-ന്ന് 2-ലോ 3-ലോ ഒന്നും പോകുമ്പോൾ നമ്മൾ സ്പീഡും അറിയില്ല, വ്യത്യാസം അറിയില്ല. കംപ്ലീറ്റ് കഥ കടച്ചിരിക്കുന്ന കാറിൽ ഇപ്പൊ എന്നോട് എയർക്രാഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിന്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അതേസമയത്ത് കാറിൽ ഇരിക്കുന്നതിനേക്കാളും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റിൽ ഇരിക്കാനോ. അപ്പൊ സ്പീഡ് എത്രയായിരിക്കും? അപ്പൊ നല്ല റോഡാന്ന് വിചാരിക്കും,
നമ്മൾ സ്പീഡ് അറിയില്ല. മോശം റോഡാണെങ്കിൽ സ്പീഡ് 10 കിലോമീറ്ററിലധികം ആകുമ്പോഴത്തേക്കും നമുക്ക് പറ്റില്ല. അപ്പം ഇറ്റ് ബിക്കം സോ സ്മൂത്ത്. ആ ഒരു മെക്കാനിസംസ് ഒക്കെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന മോഡലിംഗ് ആണ് ഏറ്റവും അത്യാവശ്യം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ റിസർച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ എയറോഡൈനാമിക്സ് പഠിക്കുന്ന ഒരാൾ, അയാൾ വന്ന് നമ്മുടെ ലോറികളില്ലേ, പൂനെയിലൊക്കെ ഓടുന്ന ലോറികൾ ഓവർലോഡായിട്ട് കാണാമല്ലോ. അതിന്റെ ഡിസൈനിങ് സാധാരണഗതിയിലാണ്. പക്ഷെ ആൾക്കാർ ഓവർലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡിസൈനിനെ ഫെയിലിയർ ആക്കുന്ന വിധത്തില് സാധനം കെട്ടിവെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ബോഡിക്ക് പുറത്തേക്ക് തള്ളിയിട്ട് ഫ്രണ്ടിൽ നല്ലോണം ലോഡ് ചെയ്തിട്ട് അപ്പോ ഇതിന്റെ സ്പീഡ് എങ്ങനെയാ കുറയുക. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു കനേഡിയൻ കലോണി എന്ന് പറഞ്ഞ ഒരാളും ഒക്കെ ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കച്ചിയൊക്കെ കയറ്റി വരുന്ന ലോറി കാണാൻ പറ്റില്ല. അതെ, അത് മാത്രമല്ല അവർക്ക് സ്പീഡിൽ നിങ്ങൾക്ക് 120 കിലോമീറ്റർ പെർ മീറ്ററിൽ കാണിച്ചാൽ 20 അപ്പുറത്ത് തന്നെ ഓടിക്കാൻ പറ്റില്ല. കാരണം ഡിസൈനിങ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഈ കാറിന്റെ ഒക്കെ ബാക്കിൽ ഒരു വിൻഡ് സാധനം വെച്ചിട്ട് കണ്ടില്ല, അത് ശരിക്കും എയറോഫോയിൽ സെക്ഷനിങ്ങിന്റെ ഈക്വലന്റ് ആണ്. മുകളിൽ നിന്ന് വരുന്ന എയർ അതിനെ തള്ളാൻ വേണ്ടിയിട്ടാണ്. കറങ്ങി തിരിച്ചു വന്നതിന് നമ്മൾ വിചാരിക്കാതെ വലിയ ഗുണമൊന്നുമില്ല, പക്ഷെ ഉണ്ട്. ഇപ്പൊ സാധാരണ നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു വളരെ ലളിതമായ ഒരു കാര്യം, വണ്ടി ഓടിക്കുമ്പോൾ മിക്കവാറും ആൾക്കാരുടെ ധാരണ ജനൽ തുറന്നിട്ടിട്ട് എയർ കണ്ടീഷൻ ഇടാണ്ട് പോകുന്നതാണ് കുറച്ചും കൂടി ഫ്യൂവൽ എഫിഷ്യൻസി എന്നാണ്. ദാറ്റ്സ് ടോട്ടലി റബ്ബിഷ്. എല്ലാ വിൻഡോസും ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ഫുൾ എയർ കണ്ടീഷൻ ഇട്ട് പോയാൽ നിങ്ങളുടെ മൈലേജ് വണ്ടി തുറക്കുന്നതിനേക്കാളും നന്നായിട്ട് കിട്ടും. കാരണം വണ്ടി തുറക്കണ സമയത്ത് ഈ എയർ ബാക്ക് ഗ്ലാസ് ക്ലോസ്ഡ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും, അകത്തേക്ക് കയറി നമ്മൾ ജാക്കറ്റ് തുറന്നിട്ടിട്ട് ഓടുന്നത് പോലെയാണ്. അപ്പൊ അതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഇതൊക്കെ ഡിസൈനിങ്ങിന്റെ ഭാഗമാണ്. ഇതാർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യം. അതെ അതെ അതെ, വളരെ വളരെ ഇമ്പോർട്ടന്റ്, എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സംഭവം. എനിക്കൊന്നും ആരും അങ്ങനെ AC ഓഫ് ചെയ്ത് വണ്ടി ഓൺ ചെയ്ത് പോകാറുണ്ട്, ഇപ്പോഴും ഉണ്ട് അല്ലേ? ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഊബറും ഒലയും എടുക്കുമ്പോ തന്നെ AC വേണോ നോൺ AC വേണോ കയറി കഴിഞ്ഞാൽ there is an announcement which comes, you are riding a AC, confirm that the driver. എന്നാ അവിടെ അവർക്കൊരു ശീലാണ്, അത് കംഫർട്ടിന്റെ കാര്യമല്ല. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു ടാക്സി ഡ്രൈവർ AC ഇടാണ്ടാണ് ഓടിക്കണ്ടാവും. ഒരു പാസഞ്ചർ വരുമ്പോഴേ ഓടിക്കുള്ളൂ. കാരണം അവന്റെ വിചാരം പാസഞ്ചർ വന്നാൽ ലക്ഷറി വരുമ്പം എക്സ്പെൻസ് ആയിട്ടുള്ളൊരു റൈഡാണ്, ഒറ്റക്ക് ഓടിക്കുമ്പോൾ അത്ര എക്സ്പെൻസീവ് അല്ല. അത് മണ്ടത്തരാണ്. ശരിക്കും എല്ലാ വിൻഡോസും ക്ലോസ് ചെയ്തിട്ട് ഓടിക്കുന്ന തരത്തിലാണ് ഒരു കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജീപ്പും കാറും തമ്മിലുള്ള വ്യത്യാസം ഇതേപോലെ. പണ്ട് നമ്മുടെ ഡിസൈൻ ബസ് എങ്ങനെയായിരുന്നു അറിയോ? വാനായിരുന്നു. പണ്ടത്തെ ബസ്സുകൾ എങ്ങനെയാ, ഫ്രണ്ടിൽ മുഴച്ചു നിന്ന് പഴയ വാനില്ലേ, സ്കൂൾ വാൻ എന്നൊക്കെ പറയുന്ന, അമേരിക്കയിലും ഇപ്പോഴും വാനാണ്. അതാണ് ശരിക്ക് ഡിസൈനിങ്ങിൽ ബെസ്റ്റ്. ഈ നേരെ വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്, എഞ്ചിൻ പവർഫുൾ ആയി, ഫ്യൂൽ എഫിഷ്യൻസി അവർക്ക് അറിയാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്, കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു കുറെ കാലം കഴിയുമ്പോൾ സാധാരണ ബസ്സുകൾ പോലും കുറച്ചും കൂടി സ്പീഡ് കൂടണം തോന്നുമ്പോൾ, ഇപ്പം റോഡൊക്കെ നന്നായി നല്ല സ്പീഡ് വരും, അടുത്ത ഡിസൈൻ ചിലപ്പം പഴയ വാനിലേക്ക് പോകുന്നു. ഇപ്പൊ ഫോർഡ് എന്ന് പറയുന്ന ഒരു ഇതില്ലേ കമ്പനി, അവരുടെ ആ ഡിസൈനിൽ വരുന്നുണ്ട് ബസ്സുകളൊക്കെ. ഇപ്പം നമ്മൾ പാസഞ്ചർ ഫ്ലൈറ്റിനെ പറ്റിയും സൂപ്പർസോണിക്കിനെ പറ്റിയും ആ കാലത്തു നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ടെത്തിയിട്ട് ഫൈറ്റർ ജെറ്റ്സിൻ്റെയൊക്കെ അത്ഭുതങ്ങൾ ഓരോ ദിവസവും ഇവിടുത്തെ ചെറിയ ചെറിയ കുട്ടികൾ പോലും വീഡിയോകളിലും മറ്റുമൊക്കെ കണ്ട് നിൽക്കുന്ന കാലത്താണ്. ഇപ്പം എനിക്ക് അവൈലബിളായ ഫൈറ്റർ ജെറ്റ്സിൽ അല്ലെങ്കിൽ വാർ മെഷീനറികളിൽ ഏറ്റവും സ്പീഡുള്ള ഏതിനാണ്? സ്പിരിറ്റാണോ? അമേരിക്കയുടെ സ്പിരിറ്റാണോ തോന്നുന്നല്ലേ? നമ്മുടെ ഇപ്പോഴുള്ളതിൽ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും എഫിഷ്യൻസി മാത്രമല്ല, ഈ വാറിൽ ഉപയോഗിക്കുന്ന ഫൈറ്ററുകൾക്ക് അവരുടെ ഏത് മിസൈലാണ് അതിനകത്ത് നടക്കാൻ പറ്റുക, അത് ഏത് ഹൈറ്റിൽ പോകണം, വെദർ യു വാണ്ട് ടു ഗോ ഫാർദർ പ്ലേസിൽ പോവാണോ ആവശ്യം, അല്ല താഴെ പോവാണോ ആവശ്യം, ഇതൊക്കെ നോക്കിയിട്ടാണ്. വെറും എഫിഷ്യൻസി മാത്രമല്ല എന്നർത്ഥം, അതിൽ കൗണ്ടർ ചെയ്യാൻ പറ്റണോ, ട്രയലിന് ഉപയോഗിക്കുന്നതാണോ, ശരിക്കും ഫൈറ്റിന് ഉപയോഗിക്കുന്ന സമയത്ത് ഏത് തരത്തിലൊക്കെയാണ്. ഇപ്പം നമ്മൾ ഏറ്റവും നല്ല ഫൈറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഷിപ്പിൽ പോകുന്ന ഒരു അവിടെ നിന്നാണ് ലാൻഡ് ചെയ്യേണ്ടതെന്നായിരിക്കും. ഇറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് ഡിസൈൻ. ഷിപ്പിന്റെ മുകളിൽ ലാൻഡ് ചെയ്യുന്ന എയർക്രാഫ്റ്റും സാധാരണ റൺവേയിൽ ചെയ്യുന്ന എയർക്രാഫ്റ്റും ഡിഫറെന്റ് ആണ്.
ഓ ഫൈറ്റർ ജെറ്റ്സ് ആണെങ്കിൽ പോലും. ആണെങ്കിൽ പോലും. ഓ ഞാൻ വിചാരിച്ച എല്ലാത്തിനും അവിടെ കാരണം അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് സാധാരണ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിപ്പ് ആംഗിൾ നോക്കിയിട്ട് നമുക്ക് ഏകദേശം അറിയാം. റൺവേക്ക് 1 കിലോമീറ്ററിൽ സാധാരണ ആരും ലാൻഡ് ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് 1 കിലോമീറ്ററിലും ലാൻഡ് ചെയ്യാം. അപ്പൊ നമ്മളെങ്ങനെ ഒരു റൺവേ കണ്ടു കഴിഞ്ഞാൽ സിവിലിയൻ റൺവേ ആണോ അല്ല മിലിറ്ററി റൺവേ ആണോ എന്ന് മനസ്സിലാക്കാം. മിലിറ്ററി റൺവേ ചെറുതായിരിക്കും അല്ലേ? സാധാരണ റൺവേകൾ പാരലലാണ്. യു ടേക്ക് ഓഫ് ഇൻ സെയിം ഡയറക്ഷൻ, ലാൻഡ് ഇൻ സെയിം ഡയറക്ഷൻ. ഒരേ സ്ഥലത്ത് നിന്നാണ് ടേൺ ചെയ്യാം. ഇപ്പം ഐ ആം എൻ എക്സ്പെർട്ട് ഇൻ സ്ട്രാറ്റജിക് അനാലിസിസ് ഓഫ് റൺവേസ്. ഇപ്പൊ നമ്മൾ ക്രോസ് ആയിട്ടുള്ളത് കാണുന്നതായിരിക്കും, എക്സ് അല്ലെങ്കിൽ ടി അല്ലെങ്കിൽ അത്തരം എയർക്രാഫ്റ്റ് ആണ് ഉറപ്പാണ് അത് മിലിറ്ററി എയർക്രാഫ്റ്റ് ആണ്. സിവിലിയൻ എയർക്രാഫ്റ്റ് ഒരിക്കലും എക്സ് ഫോമിൽ റൺവേസ് ഉണ്ടാവില്ല, അന്യോന്യം ക്രോസ് ചെയ്യില്ല. അതെന്തിനാ അങ്ങനെ ചെയ്യണത്? ഈ ഏത് റൺവേയിൽ ബോംബിട്ട് തകർത്താലും ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിന് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റണം. 1/2 കിലോമീറ്റർ കിട്ടിയാലും ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്പീഡ് മാത്രമല്ല, എവിടെ നിന്ന് എനിക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ഷിപ്പിന്റെ മുകളിലാണെന്ന് വിചാരിക്കും, നമുക്ക് എത്ര കിട്ടുള്ളൂ? വളരെ കുറച്ചേ കിട്ടുള്ളൂ. അപ്പൊ അതെങ്ങനെയാ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഈ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഹുക്ക് ഉണ്ട്. ആ ഹുക്ക് വെച്ച് അതിനെ പിടിച്ചു നിർത്തും. ആ പിടിച്ചു നിർത്താൻ പറ്റാണ്ട് ലാൻഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ താഴത്ത് വെള്ളത്തിൽ അത് വീണ്ടും ചിലപ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് പോകായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇല്ല, അത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഒന്നുകിൽ താഴെ നിർത്താതെ തിരിച്ച് ടേക്ക് ഓഫ് ചെയ്യാനാണ് ട്രെയിൻ ഫോർ ഇറ്റ്. പക്ഷെ അത് നിർത്താൻ ശ്രമിക്കുകയും നിർത്താൻ പറ്റാതെയും വന്നാൽ പിന്നെ ഡിസാസ്റ്റർ ആണ്. അപ്പൊ സാധാരണ ഒരു ഹുക്ക് ഉണ്ട്. ആ ഹുക്ക് ഇത് നമ്മൾ സാധാരണ ടയറുകളാണല്ലോ, ആ ടയറുകൾക്ക് പകരം ഒരു ടെയിൽ പോലെ സാധനം വരും താഴത്തേക്ക്, ഷിപ്പിന്റെ മുകളിൽ ഒരു ഹുക്ക് അങ്ങോട്ട് പിടിച്ചു വരും. അങ്ങനെ സ്പീഡ് കുറയും. സാധാരണ ലാൻഡ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയായി, ഇവിടെ സ്പീഡ് കൂടുതലായിട്ട് തന്നെയാണ് ലാൻഡ് ചെയ്യുക. അതേ സ്പീഡിൽ ലാൻഡ് ചെയ്യാൻ പറ്റണം. എയർക്രാഫ്റ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മിലിറ്ററി എയർക്രാഫ്റ്റുകൾ എല്ലാം പ്ലാൻഡ് ആയിട്ട് വളരെ പതുക്കെ പോവുക, പതുക്കെ എടുക്കുക, പതുക്കെ ലാൻഡ് ചെയ്യുക, അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. എപ്പോൾ വേണമെങ്കിലും ക്രാഷ് ലാൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് എപ്പോഴും ലാൻഡിങ്. ആ ക്രാഷ് ലാൻഡിങ്ങിന് റെഡി ആയിരിക്കണം. അതാണ് വ്യത്യാസം. അപ്പം അതുപോലെ കുറച്ച് സ്നോ ഉണ്ടായാൽ സിവിലിയൻ എയർക്രാഫ്റ്റ് അവിടെ നിന്ന് തിരിച്ച് വേറെ എവിടെയെങ്കിലൊക്കെ നമ്മൾ ലാൻഡ് ചെയ്യും. നമ്മൾ സ്കാർഡു എന്ന് പറയുന്ന നമ്മുടെ എയർപോർട്ട് എപ്പോഴും സ്നോ ആണ്. സ്കാർഡു എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് കാർഗിലിന്റെ ഒക്കെ അപ്പുറത്ത്, കാർഗിൽ വാറിന്റെ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന സ്കാർഡു എയർപോർട്ടാണ്. അവിടെ എപ്പോഴും സ്നോ ആണ്. സ്നോ അല്ലാത്ത സമയം വളരെ കുറവായിരിക്കും. അത് മിലിറ്ററി ഓപ്പറേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കും, അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പൊ അവിടെ ലാൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ലെബിലിറ്റി വേണം. ഇപ്പൊ ലാൻഡിങ്ങും ടേക്ക് ഓഫും ആണ് ഈ മിലിറ്ററി ആപ്ലിക്കേഷന് സ്പീഡിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളത്. പിന്നെ എല്ലാത്തിനും സ്റ്റിൽത്ത് പെയിന്റ് ഉണ്ടാവും, കാമോഫ്ലേജ് ചെയ്യാൻ. എല്ലാം എയർക്രാഫ്റ്റുകളെയും സിവിലിയൻ എയർക്രാഫ്റ്റിന് റഡാറിൽ നിന്ന് എവിടെ ഏത് പോകുന്നു, ഏത് ചാനലിലാണ് പോകുന്നത്, ഗ്രീനിലാണോ വയലറ്റിലാണോ ഒക്കെ കൃത്യമായിട്ട് ഓരോന്നിനും ഹൈവേ നമ്പർ പോലെ ഈ എയർക്രാഫ്റ്റ് ഓടിക്കുന്നവർക്ക് പേരുണ്ട്, എയർവേസിന് പേരുണ്ട്. എയർവേസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള പാത്താണ്. അത് എയർ ട്രാഫിക് കൺട്രോളിന്റെ അണ്ടറിലുള്ള ATC ആണ് കൺട്രോൾ ചെയ്തത്. ശരിക്ക് ഓരോ എയർക്രാഫ്റ്റും ഇവിടുന്ന് പറക്കുമ്പോൾ, ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് പറക്കണ സമയത്ത് കൊച്ചിയിൽ നിന്ന് ഇത്ര എക്സ്റ്റെന്റ് വരെ ഈ ATC ആണ് തീരുമാനിക്കുക. അവിടുന്ന് പുറത്തു പോയാൽ അവര് അപ്പൊ പിടിക്കും, ഈ പാത്തിലേ പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്നും അടുത്ത എയർപോർട്ടിലേക്ക് അതിന്റെ കമാൻഡ് വരും. ഇത് കളേർഡാണ്. അത് ഹി ഹാസ് ടു ടെൽ ദാറ്റ്. ഹി ഹാസ് ടു ടെൽ. അതെ, ഇപ്പോ സാറ് പറഞ്ഞ പോലെ ഇപ്പോ നമ്മൾ ഉദ്ദേശിക്കുക കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലേക്കൊരു പ്ലെയിൻ പോവുകയാണെങ്കിൽ കൊച്ചിയിലെ എയർ ട്രാഫിക് കൺട്രോൾ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാനുള്ള അനുവാദം തരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് നമ്മൾ പോകുന്ന വഴി കൊച്ചിക്കാർ ചെന്നൈ ഹാൻഡ് ഓവർ ചെയ്യുക. സൗത്ത് ഇന്ത്യയുടെ വലിയൊരു ഏരിയ കൺട്രോൾ ചെയ്യുന്നത് ചെന്നൈയാണ്. ചെന്നൈ നമ്മളെ കൺട്രോൾ ചെയ്ത് അവർ പറയുന്ന ഹൈറ്റിലും അവർ പറയുന്ന പാത്തിലും സ്പീഡിലുമൊക്കെയാണ് നമ്മൾ പോകുന്നത്. ചെന്നൈക്കാർ ഇടയ്ക്ക് വെച്ച് ബാംഗ്ലൂരിലെ HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അവർക്ക് ഒരു ഏരിയ കൺട്രോൾ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് കൈമാറും, അവർ വീണ്ടും ചെന്നൈക്ക് കൈമാറും. ഇങ്ങനെ ഏരിയ അനുസരിച്ച് കൈമാറിയാണ് ഞങ്ങൾ ഹൈദരാബാദ് വരെ എത്തുക. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്സ്, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റ്സ് ആദ്യം ചെന്നൈയുടെ കൺട്രോളിലും അത് കഴിഞ്ഞ് ബോംബെയുടെ കൺട്രോളിലും. ബോംബെ കൺട്രോൾ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഗൾഫ് രാജ്യങ്ങളോട് അടുത്തെത്തുന്ന ഏരിയ വരെ ബോംബെയുടെ കൺട്രോളിലാണ്. കടലിലും ഓൾമോസ്റ്റ് 2000 കിലോമീറ്ററോളം പോകും, വളരെയധികം. അത് കഴിഞ്ഞാൽ ഏകദേശം
കടൽ കടന്നെത്തുന്ന ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മസ്കറ്റ്, ഒമാൻ. ഒമാൻ അതിർത്തി എത്തുമ്പോഴാണ് ബോംബെക്കാർ ഒമാനിന് കൈമാറുന്നത്. ഒമാൻ നമ്മളെ കൺട്രോൾ ചെയ്ത് ഒരു നിശ്ചിത അളവ് കഴിയുമ്പോൾ UAE-ക്ക് കൈമാറും. UAE അവിടെ നിന്നും ബഹ്റിനിലേക്കും ദോഹയ്ക്കും കൈമാറി, സൗദിക്ക് കൈമാറി, ഇങ്ങനെയാണ് പോണത്. ഇത് എന്താണ് ഈ TPS സംസാരിച്ചപ്പം ഓരോ കളർ എന്താണ്? ഓരോ ലൈനിനും ഓരോ, നമ്മൾ NH47, NH66 എന്ന് പറയുന്ന പോലെ they have a specific name for all these routes. എല്ലാ നമുക്ക് ഹൈവേ എന്ന് പറയുന്ന പോലെ, സാറ് പറഞ്ഞ പോലെ ഹൈവേ എന്ന് പറയുന്ന പോലെ ആകാശത്ത് എയർവേ. അപ്പോൾ നമുക്ക് ഹൈവേയും ഇടയ്ക്ക് ജംഗ്ഷൻസും ഒക്കെ ഉള്ളതുപോലെ മുകളിലും ഉണ്ട് എയർവേയും ഇടയ്ക്ക് ജംഗ്ഷൻസും ഉണ്ട്. ഈ ജംഗ്ഷൻസിന് വേ പോയിന്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെ നമുക്ക് ഒരു സ്ഥലം നോക്കി കാണിക്കാനായിട്ടില്ലാത്തതുകൊണ്ട് ഇമാജിനറി പോയിന്റ്സ് ആണ്. അത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഉപയോഗിച്ച് GPS പോയിന്റ്സ് ഇമാജിനറി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുക. ഇവർ ഉപയോഗിക്കുന്ന മാപ്പാണ് ATC മാപ്സ്, എയർ ട്രാഫിക് കൺട്രോൾ മാപ്സ്. അത് സിവിലിയൻസിന് കാണാൻ പറ്റില്ലായിരിക്കും, അതോ കാണാം. ATC മാപ്സ് ഞാൻ പലപ്പോഴും ഈ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ ചില വിഷ്വൽസ് ഒക്കെ അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ ട്രാക്ക് ചെയ്യാനൊക്കെ നോക്കുമ്പം ഇപ്പം നമ്മൾ പലപ്പോഴും ആകാശത്ത് 100 കണക്കിന് ഫ്ലൈറ്റ്സ് അറ്റ് എ ടൈമിൽ ഡിഫറെന്റ് ഹൈറ്റ്സ്. അല്ല, പക്ഷെ നമുക്ക് അതാണ് ഈ ജംഗ്ഷൻ പറഞ്ഞത്. ജംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ പടം കാണുമ്പോൾ ചിലപ്പോൾ ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് 2 ലൈൻ ഇങ്ങനെ കൂട്ടിമുട്ടില്ല, അല്ല, ഡിഫറെന്റ് ഹൈറ്റ്. അപ്പൊ ഒന്ന് മുകളിൽ പോകുമ്പോൾ ഒന്ന് താഴത്ത് പോകുന്നുണ്ടാവും. ഈ കൊച്ചി ഇത്തരത്തിൽ ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അല്ലേ? ഇവിടെ ഒരുപാട് ഫ്ലൈറ്റ്സ് കൊച്ചിയുടെ ആകാശത്ത് നമ്മുടെ ഇതുവഴി കൊച്ചി വരെയും തിരുവനന്തപുരം വഴിയൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നത് ശരിക്കും ഗൾഫ് ഭാഗത്തു നിന്നും കടൽ കടന്നു വന്ന് ഇവിടെ ക്രോസ് ചെയ്താണ് സിംഗപ്പൂർ, മലേഷ്യ ഭാഗത്തേക്കും ഓസ്ട്രേലിയ ഭാഗത്തേക്കും ഒക്കെ പോകുന്നത്. അങ്ങനെയാണല്ലേ?